ഡാഷ് ഒരു ഡാഷ് ആണ്. ബേസിലിന്റെ അച്ഛനൊരു പള്ളിയിലച്ഛനാണ്. രോഹിത് ഒരു ഡാഷ് ആണ്. ആദ്യമായിട്ടാണ് ഒരു ഏപ്പടം ചെയ്തത്. ഞങ്ങൾ കുറച്ച് പൊളി ഐറ്റംസ് ഒക്കെ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊന്നും അല്ല, വേറെ ഐറ്റംസ് ഉണ്ട്. വയറുവേദന, ഒരു ഗ്യാസ് ട്രബിളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മസിൽ പെയിനോ അല്ല, ഇന്റേണൽ ബ്ലീഡിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് പേടിച്ചായിരുന്നു. ഇത് നടക്കുന്നത് ഒക്ടോബറിലാണ്. ആ സമയത്ത് എൻ്റെ കൊച്ചിന് 4 മാസം ആണ് പ്രായം. ഇതങ്ങനെ ഭയങ്കര ഉദാത്തമായ സിനിമയാണെന്നോ ഇതാണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല സിനിമയാണെന്നോ അങ്ങനെ ഒരു അവകാശവാദവും ഇല്ല. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഡോഗ് ജിമ്മി എന്റെ പരിപാടിയിൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുള്ള ഒരാളും, പക്ഷെ എന്റെ പരിപാടിയിൽ പല പ്രാവശ്യം അല്ലെങ്കിലും ഒരു പ്രാവശ്യം വന്നിട്ടുള്ള ഒരാളും എന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 പേരുമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം ടു ഹീറോ ആൻഡ് ദിവ്യ. നിങ്ങൾ 2 പേരും വരുന്നത് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഞാൻ ടൊവിനോയ്ക്ക് കൊടുക്കും. 4ാമത്തെ പ്രാവശ്യമാണ് ഈ പരിപാടിയിൽ. എന്നിട്ട് ഞാൻ എന്റെ പ്രൊഡ്യൂസറിനോട് പറഞ്ഞു, നീ വേറെ ആരെങ്കിലും വെച്ച് ജയിപ്പിച്ചുവിടും, ഞാൻ എന്ത് ചോദിക്കും ടൊവിനോയോട്. ചിലപ്പോ എന്നെ കണ്ട് ബോറടിച്ചിട്ടുണ്ടാവും. ബോറടിച്ചു എനിക്കറിയാം. ഞാൻ പക്ഷെ ഈ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് എന്നെ കാണാറുള്ളൂ, അവിടെ എനിക്ക് ബോറടിക്കില്ല. ഞാൻ പരിപാടി ചെയ്തില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ഇവര് കള എന്ന് പറയുന്ന ഫിലിമിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മള് തീവണ്ടി, കൽക്കി, കിലോമീറ്റേഴ്സ്. ഇനി നമുക്ക് മിന്നൽ മുരളി ചെയ്യണ്ടേ? അതെ 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 വേണം. അതെ, ഞാനും ബേസിലും കൂടെ ഒന്നും കൂടെ ഒരു വരവും കൂടെ വരുന്നുണ്ട് ഞങ്ങള്. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ഷീണം. പക്ഷെ ഭയങ്കര അല്ല, ഞങ്ങള് കിലോമീറ്റേഴ്സ് അന്ന് മിന്നൽ മുരളിയുടെ കുറച്ച് വിശേഷങ്ങളും പറഞ്ഞു. അപ്പൊ കള. ഓക്കെ, കള എന്ന് പറയുന്ന പേരിന്ന് തന്നെ തുടങ്ങാം. ഇങ്ങനെ കള കളയാണോ അതോ ഈ കള പറിക്കുന്ന കളയാണോ? കള പറിക്കുന്ന കളയാണ്. അതെ, പറിക്കുന്ന കളയാണ്. അതെന്താ വെച്ചാല് ഈ സിനിമയുടെ ഒരു സ്വഭാവത്തില് നമ്മള് ഒരു ഐഡിയ മനസ്സിലുള്ളത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ കുറച്ച് ചെടി എവിടെയെങ്കിലും വെക്കുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ വളർന്നു വരുന്ന കള, വീട് എന്ന് പറയുന്ന സാധനം. ഈ സാധനം നമുക്ക് അത് ഒരു അനാവശ്യമായിട്ടുള്ള, നമുക്ക് ഉപയോഗമില്ലാത്തതുകൊണ്ട് നമ്മളതിനെ കള എന്ന് പറയുന്നത്, നമ്മളതിനെ പറിച്ച് കളയും. നമ്മളത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തത് മാത്രം മതി എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെ നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് ആ ചെടി കളയാവുന്നത്. പക്ഷെ ആ ചെടിയും പ്രകൃതിയും ഭൂമിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മനുഷ്യനാണ് ശരിക്കും പറഞ്ഞ കള. ഇവിടുത്തെ പ്രകൃതിയുടെ മൊത്തം സന്തുലിതാവസ്ഥയെ കുളമാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ മനുഷ്യനാണ് ഭൂമിയുടെ കള ശരിക്കും. അതാണ് ഈ സിനിമയിലും നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യം. ഇത് ഇച്ചിരി അങ്ങനെ കൂടിയ സിനിമയാണ്. ഡയറക്ടർ സാർ പറഞ്ഞായിരുന്നു ഇത് ഒരു ഇടിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇത് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണെന്ന് പറഞ്ഞു. സൈക്കോളജിക്കൽ ത്രില്ലറാണ്, ഹൊററാണ്. പക്ഷെ കുറച്ച് ക്രീപ്പ്, ഭയം ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള, അതെ കുറച്ച് ക്രീപ്പി ഒക്കെയാണ്. എല്ലാ സിനിമയ്ക്കും കോമഡിയും സെന്റിമെന്റ്സും മാത്രം പോരല്ലോ, ക്രീപ്പും വരട്ടെ. ഇത് ആദ്യമായിട്ടല്ലേ ഒരു ക്രീപ്പി ചെയ്യുന്നത്? ആദ്യമായിട്ടാണ് ഒരു ഏപ്പടം ചെയ്തത്. ഞാനത് പറഞ്ഞാൽ നിങ്ങൾ മോശമായിട്ട് എടുക്കുമെന്ന് വിചാരിച്ചാണ് ഞാനത് പറയാൻ. അയ്യോ ദൈവമേ, ഇതാണ് ഞാൻ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിയുമ്പോ ഞാൻ ഭാര്യനെ വിളിച്ച് പറഞ്ഞതാ, നീ ഇങ്ങനെ നടന്ന ഭർത്താവ് ഏപ്പടത്തിന് ഭയങ്കര കാര്യം. ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ തന്നെ പടത്തിന് വേറെ എന്തോ പ്രതീക്ഷയുള്ള, പക്ഷെ അങ്ങനെയൊന്നും പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷ വന്നാൽ നിരാശപ്പെടേണ്ടി വരും. വെറുതെ എന്റെ കാലം കണ്ടിട്ട് പോകേണ്ടി വരും. അല്ല, ഈ എ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് കിട്ടിയത് അറിഞ്ഞിട്ട് വന്ന ട്രെയിലർ കണ്ട ഒരുപാട് പേരുണ്ട്. എന്തെങ്കിലും ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ച്. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇതിനൊരു എ സർട്ടിഫിക്കേഷൻ കിട്ടിയത്? എന്താ ഇതുള്ളത്? അവര് ഇത് സെൻസർ ബോർഡുകാർ തന്നെ പറഞ്ഞ ഒരു സാധനം എന്താ വെച്ചാല്, അയ്യോ ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് തരൂ, അങ്ങനെയല്ല പറഞ്ഞത്. ഈ സിനിമ വെറുതെ കട്ടും ബീപ്പും ചെയ്ത് വൃത്തികേടാക്കണ്ട, എ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്നുള്ള പറഞ്ഞത്. കാര്യം അവരും അവരുടെ സ്വന്തം തീരുമാനമല്ലല്ലോ, ഇതൊരു ഗൈഡ് ലൈൻസ് പ്രകാരം പോകുന്നതാണ്. പക്ഷെ അവർക്ക് സിനിമ ഇഷ്ടപ്പെടും, നല്ല സിനിമയാണ്. പക്ഷെ ഇത് അങ്ങനെ കുട്ടികൾക്കൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് അവർ പറഞ്ഞു. ഇതിനകത്തൊരു കുട്ടി ഉണ്ടല്ലോ. ആ ഉണ്ട്, അവനിത് കാണാൻ പറ്റൂലേ? അപ്പൊ ശരിയല്ലേ, അതിൽ അഭിനയിച്ച പട്ടിക്ക് 2 വയസ്സുള്ളൂ. അതിനോ
പട്ടിക്ക് മനസ്സിലാവോ എന്തോ എനിക്കറിയുന്നില്ല. പട്ടികളെ ചിലപ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും. അതുകൊണ്ട് എങ്ങനെ അഭിനയിപ്പിച്ചു? അല്ല, ദിവ്യ പൊതുവെ പട്ടിയുള്ള സിനിമ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദിവ്യയുടെ ഇന്റർവ്യൂ എടുത്തത് ടോമി ഈ വീടിന്റെ ഐശ്വര്യം. ടോമി പട്ടിയുടെ പേരാണ്. പേരുള്ള ആൾക്കാര് നന്ദിനെ നോട്ട് ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ പട്ടിയുള്ള ഫിലിംസ് നോക്കിയാണ് ദിവ്യ എടുക്കുന്നത്. പറഞ്ഞു വന്ന എല്ലാം മാറിപ്പോയി. ഓക്കെ, ശരി. ദിവ്യയുടെ ഇതിനകത്തെ ക്യാരക്ടർ എന്താണ്? ദിവ്യക്ക് ഈ സിനിമകളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിന്റെ പേരാണ് വിദ്യ. ഞാൻ എന്നാ പിന്നെ ദിവ്യ തന്നെ ഇട്ടാ പോരായിരുന്നോ ഞാൻ ചോദിച്ചാണ്. അതെ, ദിവ്യ വിദ്യ. അപ്പോ ഏകദേശം ഓക്കെ. സോ ബേസിക്കലി ഷാജിയുടെ വൈഫ് ക്യാരക്ടറാണ്. ആൻഡ് ഞങ്ങൾ കുറച്ച് പൊളി ഐറ്റംസ് ഒക്കെ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊന്നും അല്ല, വേറെ ഐറ്റംസ് ഉണ്ട് കണ്ടോ. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല സർട്ടിഫിക്കറ്റ് മാറിപ്പോയത്. സർട്ടിഫിക്കറ്റ് മാറിപ്പോയത് വയലൻസ് ഉണ്ട്. അതെ അതെ, അത് കൂടുതൽ അല്ല, നമ്മൾ അമിത പ്രതീക്ഷ കൊടുക്കരുത്. അതന്നെ. അതുകൊണ്ട് സോ വിദ്യ ഇസ് ഷാജിയുടെ വൈഫാണ്. ഷാജിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു വൈഫ് ക്യാരക്ടർ. ടിപ്പിക്കൽ ലൈക്ക് യുനോ കഥ നടക്കുന്ന 97-98 ആ ഒരു കാലഘട്ടത്ത്. സോ അല്ല, പക്ഷേ എന്താ പറയാ, കഥ ഒരുപാട് പറയണ്ട കേട്ടോ. വേണ്ട. സോ ബേസിക്കലി അങ്ങനെ ഒരു ദാറ്റ്സ് മൈ ക്യാരക്ടർ. പിന്നെ അതിനകത്ത് വരുന്ന സസ്പെൻസും അതിന്റെ ഹൗ ഹൗ ക്യാരക്ടർ ചേഞ്ചസ് ടുവേർഡ്സ് ദി എൻഡ്. ഇത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഫസ്റ്റ് ടൈം അല്ലേ? പൊളി ക്യാരക്ടറാണ്, അടിപൊളി ക്യാരക്ടറാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ദിവ്യ കുറച്ചും കൂടെ ഒക്കെ യൂട്ടിലൈസ് ചെയ്യാം സിനിമയ്ക്ക്. പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, നമ്മുടെ ഡയറക്ടറിനെ പറ്റിയിട്ട് പറയൂ. മിസ്റ്റർ രോഹിത് അടിപൊളിയാണ്. നിങ്ങൾക്കൊരു എന്തുവാ ഇത് ഇറങ്ങിയ സമയത്ത് നിങ്ങൾ പണ്ട് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് പാസ്റ്റ് ഉണ്ട്. അത് എന്താ അറിയാമോ, ഇതിന്റെ ക്യാമറമാൻ ഉണ്ട് അഖിൽ ജോർജ്. അവൻ തന്നെയായിരുന്നു ഫോറൻസിക്കിന്റെ ക്യാമറമാൻ. അപ്പൊ അഖിൽ ജോർജ് പണ്ടൊരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തപ്പോ ഞാനാണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അതിപ്പോഴുണ്ടോ യൂട്യൂബില്? ഞാൻ തന്നെ പറഞ്ഞു മുൻകൈ എടുത്തത് ഞങ്ങളത് മാറ്റിയായിരുന്നു. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറെ നമ്മളിപ്പോ LKG പഠിക്കുമ്പോ LKG പുതിയ നമ്മൾ കാണിക്കുള്ളൂ. അപ്പൊ ഈ അഖിലും ഞാനും അന്ന് ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് രോഹിത്തും ഉണ്ട്. രോഹിത്താണ് അതിന്റെ അസോസിയേറ്റും പ്രൊഫഷണൽ റോളും എല്ലാം. ഇവരൊരു ടീം, ഇവർ ഒരുമിച്ച് പഠിച്ച കാരുണ്യയിലെ കോയമ്പത്തൂർ. അപ്പൊ അപ്പുറത്ത് തന്നെ വേറെ TC എന്ന് പറഞ്ഞ കോളേജിൽ ഞാനും പഠിച്ചത്. ഞങ്ങൾ എൻ്റെ ഒരു കൊല്ലം ജൂനിയറാണ് ഇവരൊന്നും. അപ്പോൾ അങ്ങനെ ഇവരുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ജെറിൻ എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഷോർട്ട് ഫിലിമിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചപ്പോഴാണ് പിന്നെ ഇവരുടെ സ്ഥിരം വേട്ടമുഖമായി ഞാൻ അവരുടെ ഷോർട്ട് ഫിലിമുകളൊക്കെ സ്ഥിരം നായകനായി മാറി. അപ്പൊ അങ്ങനെയാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് 2011 പറയുന്നത്. ഇത് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ എപ്പോഴും വി ആർ ഇൻ ടച്ച്. എന്തെങ്കിലും കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കലും ഒക്കെ ഉള്ളതാണ് ഇടയ്ക്കാണ്. പക്ഷെ ഒരുമിച്ചൊരു സിനിമ ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിരുന്നില്ല. അവൻ 2 സിനിമ ചെയ്തു, ഞാനും കുറച്ച് സിനിമയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു ദിവസം അപ്പോൾ ഞാൻ ഇവൻ്റെ സിനിമകൾ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രോഹിത്തിൻ്റെ സിനിമകൾ അഡ്വഞ്ചേഴ്സ് ഹോമിനെക്കുട്ടനാണെങ്കിലും ഇബ്ലീസ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ഒരു ഫിലിം മേക്കറിനെ നമുക്ക് അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സിനിമ അൺകൺവെൻഷണൽ ഒരു സാധനം ചെയ്തു, ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് സാധനം ചെയ്തു. അത് കഴിഞ്ഞ് അതങ്ങനെ ഭയങ്കര ബോക്സ് ഓഫീസ് സക്സസ് ഒന്നുമല്ല, അത്യാവശ്യം ബോക്സ് ഓഫീസിലും അത്യാവശ്യം വിജയിച്ചു, നല്ല സിനിമയായിരുന്നു, നോട്ടീസ് ചെയ്തു. അപ്പോൾ അടുത്ത സിനിമ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് കുറച്ചും കൂടെ ബോക്സ് ഓഫീസിൽ സക്സസ്ഫുൾ ആവുന്ന ഒരു സേഫ് പടം എടുക്കാനുള്ള ഒരു, അത് ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇനിയൊരു പടം സേഫ് എടുത്തിട്ടുള്ള കാര്യമുള്ളൂ. പക്ഷെ ഇവൻ സേഫ് എടുത്തില്ല. അതും അവൻ ഔട്ട് ഓഫ് ദ ബോക്സ് വേറെ സാധനം. ഇബിലീസ് പോലെ വേറൊരു കണ്ടന്റ് വൈസും മേക്കിംഗ് വൈസും ഒക്കെ വേറൊരു തരത്തിലുള്ള സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തതും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇവൻ ഔട്ട് ഓഫ് ദ ബോക്സ്. അപ്പൊ എനിക്ക് അവനുള്ള വിശ്വാസം ഇത് ബോക്സിന്റെ എവിടെയോ ആണ്, ഔട്ട് ഓഫ് ദി ബോക്സ്, ഔട്ട് ഓഫ് ദ കൺട്രി അല്ല. ഇതും ഒരു ഒട്ടും ഈ കൺവെൻഷനൽ അല്ല. ഇതിന്റെ കഥയൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ
ഒരു ഭയങ്കര ആന കഥയൊന്നുമല്ല നമ്മൾ പറയുന്നത്, ഒരു ചെറിയ കഥയാണ്. പക്ഷെ അതിന്റെ എക്സിക്യൂഷനിൽ ഇവര് എല്ലാരും കൂടെ ചെയ്തിട്ടുള്ള കുറച്ച് പരിപാടി ഒരു ശരിക്കും പറഞ്ഞത് ഒരു കുടുംബ കഥയാണ്. ഇത് കണ്ട ആരെങ്കിലും പറയോ ഒരു കുടുംബ കഥയാണ്? ഇത് അച്ഛൻ, അയാളുടെ മകന്റെ ഭാര്യ, അവർ രണ്ടുപേരും മോൻ, വീട്ടിലെ കാര്യസ്ഥൻ. ഇതെന്താ കുടുംബകഥയല്ലേ? ഒരു ഡാർക്ക് കുടുംബകഥ. അതാണ് ശരിക്കും ഒരു വീട്ടില് ഒരു നടക്കുന്ന ഒരു കഥ തന്നെയാണത്. ഇതിന് ടീച്ചറിനകത്തൊക്കെ ഭയങ്കര വെട്ടും കുത്തും ചോരയും അതും ഇതൊക്കെ ഉണ്ടല്ലോ. എന്താണ് ഈ കുടുംബത്തിൽ ഇത്രയും ചോര തെറിക്കാനുള്ള കാര്യം? അത്യാവശ്യം ചോരയൊക്കെ ഉള്ള ആൾക്കാരുടെ കഥയാണ്. ഞങ്ങൾ ഈ സിനിമ നിങ്ങൾ കാണും, ഞങ്ങൾ അതിന്റെ കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്. ഓക്കെ, ഇത് പിന്നെ ഇതിനെ പറ്റി പറഞ്ഞത് ഇത് മനുഷ്യന്റെ പേടിയെ എന്തോ ചെയ്തിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. പേടി അങ്ങനെയല്ല, ഇതെന്ന് വെച്ചാൽ ആ ഫിയർ ഫാക്ടർ ശരിക്കും കാണാൻ പറ്റും. എന്റെ ക്യാരക്ടറിനൊക്കെ ഉണ്ട് നന്നായിട്ട്, അങ്ങനെ കുറച്ച് പെർഫോമൻസ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് ഞാൻ നന്നായി ചെയ്തിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നൊക്കെ ഉണ്ട്. ഞാനും പിന്നെ എന്റെ കൂടെയുള്ളവരൊക്കെ പറയുന്നുണ്ട്. ടൊവിനോ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിലെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ക്യാരക്ടർ വാട്ട് ഹീസ് ഡൺ. സോ ഇറ്റ്സ് സീരിയസ്ലി ഞാൻ ഒരു വേറൊരു ഷെയ്ഡ് ആയിരിക്കും നിങ്ങൾ. I don't think people have seen him like that. So 50 Shades of Tuvino. I don't think it's 50. It's more than that. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെയാണെങ്കിൽ ദിവ്യയുടെ ഇതിനകത്തെ പെർഫോമൻസിനെ പറ്റി. ദിവ്യ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എടക്കാട് ബറ്റാലിയൻ. എടക്കാട് ബറ്റാലിയൻ എന്റെ പെങ്ങളായിട്ട്. യെസ്, സിസ്റ്റർ ആയിരുന്നു. ഈ സിനിമയിൽ വന്ന സമയത്ത് ദിവ്യക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പെർഫോമൻസ് സ്കോപ്പുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഇത്. അങ്ങനെ പറഞ്ഞാൽ ഫുൾ അങ്ങോട്ട് പെർഫോം ചെയ്ത് അങ്ങനെയല്ല, ഉള്ള സാധനം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഈ ക്യാരക്ടറിനെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗൃഹനാഥ പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിലും ഞാനൊരു ഗൃഹനാഥ പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല രസമുള്ള ഒരു പൊളി കപ്പിളായിരുന്നു. ഞങ്ങൾ വേറൊരു പാസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ, അതിങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. നമുക്ക് വെറുതെ ചില സീനുകളിൽ സൂചനകളൊക്കെ ഉള്ളൂ. ഒരുമിച്ച് ബാംഗ്ലൂർ അത്യാവശ്യം അടിച്ചു പൊളിച്ച കപ്പിളാണ്, അതിന്റെ ഒരു സാധനം. പക്ഷെ ഇവിടെ ഇവര് വേറൊരു പരിപാടിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു അത് നല്ല രസമായിട്ട് ക്യാരി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനെ ഡൈസെക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കഥയെ. പക്ഷെ ഡൈസെക്ട് ചെയ്യാൻ നിൽക്കരുത്. 25-ാം തീയതി സിനിമ റിലീസ് ആകുമ്പോൾ നേരെ പോയി കണ്ടു കഴിഞ്ഞാൽ ഒക്കെ മനസ്സിലാവും. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഡൈസെക്ട് ചെയ്തു. ഞാൻ വേറൊരു സാധനം ഡൈസെക്ട് ചെയ്യട്ടെ. Now you know how I hunt. പഞ്ചിനിട്ടായിരിക്കും. Well, we all are, right? We all are, no? And at some level or the other, we do try to hunt, we do try to get what we want. അത് ശരിയാട്ടോ. When you put it that way, yeah. So that's the same thing, that's a similar line that the movie is trying to say. ഇതൊന്നും ഈ പറഞ്ഞിരിക്കുന്ന Now You Know How I Hunt ഉൾപ്പെടെ ഈ സിനിമയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും അബദ്ധത്തിൽ പറഞ്ഞേക്കുന്നു, പ്രൊമോഷന് വേണ്ടി പറഞ്ഞേക്കുന്നു അല്ല. ഇതൊക്കെ സിനിമയ്ക്ക് രോഹിത് ബ്രില്യൻസ് ഉണ്ട് കുറച്ച്. ആണോ? അല്ല, അതിന്റെ ടൈറ്റിൽ ട്രാക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പടത്തിലേക്ക് ഇന്നാവും. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് അങ്ങനെ ഒരു വെറുതെ പോപ്കോണൊക്കെ പിടിച്ചിരുന്ന് ഒരു ബിഞ്ച് വാച്ചിന് പറ്റിയ പടമൊന്നുമല്ല. ഇതൊരു പടം കാണാൻ തന്നെ പോയിരുന്നു, ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് പോയിരുന്നു കാണാൻ. പക്ഷെ ഇത് അങ്ങനെ ഭയങ്കര ഉദാത്തമായ സിനിമയാണെന്നോ ഇതാണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല സിനിമയാണെന്നോ അങ്ങനെ ഒരു അവകാശവാദവും ഇല്ല. പക്ഷെ ഞങ്ങളുടെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ടീച്ചർ കണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. ഓക്കെ, ബാസികറിനെ പറ്റി പറയൂ. ബ്ലാക്കി എന്നാണ് നമ്മൾ ഈ സിനിമയില് പലക്കൻ അഭിനയമാണ്. ട്രെയിൻഡ് ഡോഗ് ആണ്. അല്ലാതെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു പട്ടിക്കൂട്ടനുണ്ട്, പാബ്ലോ. ഈ പാബ്ലോനെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്നത് എൻ്റെ സ്കൂൾ സീനിയർ ഒരു ചേട്ടനുണ്ട്. പുള്ളിയുടെ ഒരു വോൾഫ് ആൻഡ് പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഒരു അങ്ങനെ ഡോഗ് ഹോസ്റ്റൽ പരിപാടിയാണ്. അല്ല, തൃശ്ശൂർ ഇരിങ്ങാലക്കുട. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 3 കിലോമീറ്റേഴ്സ്. അപ്പോൾ അവിടെ ഞാൻ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ചാൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഞാൻ മുഴുവൻ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പുള്ളിയുടെ അവിടെ പോയിട്ട് അവിടെ കുറേ ഡോഗ്സ് ഉണ്ട്. അവരോട് നല്ല ഹാപ്പി ആയിട്ട് കുറേ നേരം ഇരിക്കും. അപ്പോൾ അതിൽ നിന്ന് പുള്ളിയായിട്ടുണ്ടായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു എനിക്ക് ഈ ഇറ്റാലിയൻ മാസ്റ്റിഫ് എന്ന് പറയുന്നത് കെയിൻകോസ് എന്നുള്ള ഒരു ബ്രീഡിനെ പറ്റിയൊക്കെ അറിയുന്നതൊക്കെ പുള്ളിയിൽ നിന്നാണ്. ഇറ്റാലിയൻ മാസ്റ്റിഫാണ്. നല്ല എന്താ പറയാ ലക്ഷണമൊത്ത ഒരു ഇറ്റാലിയൻ മാസ്റ്റിഫിന് കണ്ട ചെറിയ കരിമ്പുലിനെ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് വലിയ ഡോഗൊക്കെയാണ്. അപ്പോൾ സോഫി എന്നാണ് ഈ ഡോഗിന്റെ ശരിക്കുള്ള പേര്. സോഫി.
അപ്പൊ ബാസിഗർ സിനിമയിലെ ആദ്യത്തെ പേരായിരുന്നു. ഓ ഞാൻ കുറെ ഇപ്പൊ ബ്ലാക്കി ആർട്ടിക്കിൾ വായിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ബാസിഗർ എന്ന് എഴുതിയിരുന്നേ. ഇപ്പൊ ബ്ലാക്കി. ബ്ലാക്കി. അത് സോഫി ഓ പെൺകുട്ടിയാണോ? ഓ ഭയങ്കര ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു ഡോഗാണ്. പക്ഷെ വൺസ് അടുപ്പമായി കഴിഞ്ഞാണ്ടല്ലോ, ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അഴിച്ചിട്ട് ഓടി വന്ന് എന്റെ മടിയിൽ ചാടിക്കറിയിരിക്കും. ലാപ്ടോപ്പ്. പക്ഷെ അതിന്റെ വിചാരം ലാപ്ടോപ്പ് ആണ് അത്ര വലിയ. അതിനറിയില്ലല്ലോ അതത്ര വലുതായി. എനിക്കാണെങ്കിലും എന്നോടൊരു സ്നേഹം കാണിക്കുന്നു മാത്രമല്ല, ഞാൻ ഇതിനെ കുറെ നാളായിട്ട് ഇപ്പൊ ഇവരൊക്കെ കാണുന്നതിന് മുമ്പേ ഞാൻ അവിടെ ട്രെയിനിങ്ങിന് വരുന്ന സമയം മുതൽ എനിക്ക് സോഫി ഞാൻ കണ്ട് ഞാൻ അങ്ങനെ കമ്പനിയായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കൂടുതൽ അടുപ്പമായി. ക്യാമറ ഷൈ ഒന്നുമല്ല. ക്യാമറ ഷൈ എന്ന് പറഞ്ഞാലേ വേറെ ആൾക്കാര് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്റെ ദേഹത്ത് എന്റെ മാനേജർ ഹരി വന്നിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചാടി അവന്റെ മെക്കെട്ട് കയറും. അത്രയും ലോയൽ ആയിട്ടുള്ളൊരു, അത്രയും എന്നെ ഒരാൾ അടിക്കുന്നത് പോലും സോഫിക്ക് ഇഷ്ടമല്ല ആ ലൊക്കേഷനിൽ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോരോ ലിസ്റ്റ് തരും. ലിസ്റ്റോ? രണ്ട് സാധനങ്ങൾ വീതം തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടാത്ത സാധനം നിങ്ങൾ കളയണം. ഇതിനാണ് കള സെഗ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ദുബായ് ഓർ കേരള, ഇതിലൊരെണ്ണം കളയണം. കളയണോ? കളയണോടാ? കളയണം. കള എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര്. ഏത് കളയും? ദുബായ് കളയോ? ദുബായ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആണ്, ദുബായിയുടെ സ്വന്തം കുഞ്ഞാണ്. എനിക്കറിയാം, ആ ഒരു ഫീലിംഗ് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ചോദിച്ചത്. ദുബായിയുടെ കുഞ്ഞാണോ? ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. എന്റെ സീനിയറായിരുന്നു. കേരള. കളയോ? അയ്യോ കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. കേരളം കളയാണെങ്കിൽ ഞാൻ എടുത്തോളാം. ഇല്ല, അതൊരു ഫീലിംഗ് ആണ്, അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. കാറ്റ് ഓർ ഡോഗ്? രണ്ടും എനിക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ. കാരണം ഞാൻ കുറെ പൂച്ചകളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുള്ള കുറെ പടങ്ങൾ ഞാൻ കണ്ടു. എനിക്കറിയാം, പക്ഷെ ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ്. ആരെ കളയാ? കള. ഇത് പെട്ടെന്ന് കളാ. ഡോഗ്. ജിമ്മി. ഡോഗിനെ കളഞ്ഞു. പൂച്ചയാണ് കൂടുതൽ ഇഷ്ടം. ഇത് രണ്ടും നേരെ ഉൾട്ടായിരിക്കും എന്റെ ആൻസർ. ഞാൻ ദുബായും കളയും കാറ്റിനെയും കളയും. ദുബായുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ഞാനൊക്കെ പോറൊക്കെ ഉണ്ട്. പോകുന്നതിന്റെ അപ്പൊ പിന്നെ കേരളമായിട്ട് ബന്ധം ഉണ്ടായിട്ടാണോ ഇപ്പൊ കളഞ്ഞത്? ഓക്കെ, അടുത്ത വളരെ ഈസി ആയിട്ടാണ്. ടൊവിനോ പൃഥ്വിരാജ്, ആരെ കളയും? എന്നെ കളഞ്ഞോ? കുഴപ്പമില്ല, രാജേട്ടനെ കളയല്ലേ പ്ലീസ്. സ്വന്തമായിട്ട് പറഞ്ഞു കളഞ്ഞു വന്ന്. കുഴപ്പമില്ല, ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനൊക്കെ പറയില്ലല്ലോ. കള. അറിഞ്ഞോണ്ടല്ലോ കേട്ടോ, ഞാൻ അങ്ങനെ ചോദിച്ചിട്ടാണ്. ഭയങ്കര ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. സ്വീറ്റ്സ് ഓർ സേവറി? സ്വീറ്റ്സ് കളയാം. ഓക്കെ. സിനിമ അല്ലെങ്കിൽ ചാനൽ ഷൂട്ട്, ഏത് കളയും? നമ്മുടെ 5 ചോദ്യങ്ങളാണ്, ലോക്കാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ദുബായിക്ക് പാടി. ദുബായ് കാലുത്തൂല. വളരെ എളുപ്പല്ലേ? ടി വി കളയും. കേട്ടല്ലോ, ചല്ലരെല്ലാരും കേട്ടോ. ഓക്കെ, കാർ, ബൈക്ക്? ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്? ഓക്കേ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇനി ടൊവിനോ. ഓക്കെ, ബിരിയാണി, പൊറോട്ട ആൻഡ് ബീഫ്, ഏത് കളയും? ഏത് കളയുന്നോ? ഞാൻ വിചാരിച്ചു ഇവിടുത്തേതാണ് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ. അതൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു, ഇത് ഭയങ്കര ടഫ് ആയി പോയി. ഇത് ഭയങ്കര ഈസി അല്ലേ? പൊറോട്ടയും ബീഫ് കളയും, ബിരിയാണി കഴിക്കും. ഞാനും പൊറോട്ടയും ബീഫ് കളയും. പൊറോട്ടയും ബീഫും കളയില്ല. ബിരിയാണി കളയും ഞാൻ. പക്ഷെ അതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കളയുമ്പോ. ഓക്കെ, രാവിലത്തെ കുളി കളയോ വൈകിട്ടത്തെ കുളി കളയോ? രാവിലത്തെ കുളി അതെന്താ വെച്ചാല് നമ്മള് ഷൂട്ടിന് പോകുന്ന സമയത്ത് കുളിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. കാര്യം എന്താ വെച്ചാൽ അല്ലെങ്കിൽ മുടിയൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഇരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് തിരിച്ചു വരുമ്പോ ഫൈറ്റും പരിപാടിയൊക്കെ ആണെങ്കിൽ കുളിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരുമല്ല. അതല്ല കഥപ്പടങ്ങളിലെ സീനൊക്കെ അഭിനയിച്ചിട്ടാണെങ്കിൽ രാത്രി ചിലപ്പോൾ കുളിച്ചെന്ന് വരില്ല. അല്ല, രാത്രി മിക്കവാറും കുളിക്കില്ല അങ്ങനെയാണെങ്കിൽ. വർക്കൗട്ട്, സിനിമ കാണാനുള്ള ഒരു ഓഫർ. ഫ്രണ്ട്സ് സിനിമ കാണാനായിട്ട് വിളിച്ചു, അപ്പുറത്ത് വർക്കൗട്ടിനുള്ള ടൈമാണ്. ഇതിലേത് കളയും? വർക്കൗട്ട്.
ഞാൻ വിചാരിച്ചു ചുമ്മാതാ വർക്കൗട്ട് രാജചേട്ടൻ അവിടെ വർക്കൗട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുവാ. അതല്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ അങ്ങനെ ഭയങ്കര കൊതിയൊന്നുമില്ല. പക്ഷെ എന്റെ ആവശ്യമാണത്, ഞാൻ അത് ചെയ്യണം. എന്റെ ജോലിയുടെ ഭാഗമാണ്. എനിക്ക് റിസൾട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു റിസൾട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ റിസൾട്ടിലേക്ക് എത്താനുള്ള ഹാർഡ് വർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ അത് ചെയ്താലേ ഈ റിസൾട്ട് കിട്ടുള്ളൂ. ആ റിസൾട്ടിനോടുള്ള കൊതി കൊണ്ട് ചെയ്യും. ഇപ്പൊ എത്ര വെയിറ്റ് കുറഞ്ഞു ഇതിന്ന്? ഇപ്പൊ ഒരുപാട് ഇതിന് താടിയും മുടിയും കൂടെ ഒരു 100-300 ഗ്രാം കുറഞ്ഞിട്ടുണ്ടോ? വെയിറ്റ് ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. അതിന്റെ ആയിരിക്കും ചിലപ്പോ കുഞ്ഞായ പോലെ തോന്നിയത്. ഓക്കെ, തലേണ കളയോ പുതപ്പ് കളയോ? ഈസി ആയിട്ടുള്ള സംഭവങ്ങളെ തരുന്നുള്ളൂ. അത് എങ്ങനെയുള്ള സാഹചര്യമാണെന്ന് അനുസരിച്ചിരിക്കണം. തലേണ വേണമെങ്കിൽ കളയാം, പുതപ്പ് കളയാൻ പറ്റില്ല. ഭയങ്കര തണുപ്പാണെങ്കിൽ എന്ത് ചെയ്യും? ഇനിയിപ്പോ തണുപ്പില്ലെങ്കിൽ ഈ പുതപ്പ് ചുരുട്ടി കൂട്ടി തലേണ പോലെ വെച്ച് കിടക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാര്യം എന്താ വെച്ചാൽ അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, തണുപ്പുണ്ടെങ്കിൽ പുതയ്ക്കാണ്ട് തലേണ മാത്രം വെച്ച് കിടന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് പുതച്ച് മൂടി കിടക്കാനാണ് ഇഷ്ടം. അതല്ല, തണുപ്പൊന്നും ഇല്ലെങ്കിൽ തലോണ ഇല്ലെങ്കിലും നമുക്ക് ഈ പുതപ്പ് ചുരുട്ടി തലേണ പോലെ വെച്ച് കിടക്കാലോ. എഞ്ചിനീയർ ആണ്. രണ്ടും കളഞ്ഞു മലയാളത്തിൽ നിന്നാൽ നല്ല രസമായിരിക്കും. ഇല്ല, അത് പറ്റത്തില്ല. മലയാളത്തിൽ നിന്ന് ഇപ്പം ഇഷ്ടംപോലെ ഓഫർ ഉണ്ട്. ഇത് തമിഴ്, ഹിന്ദി. ഞാൻ ഹിന്ദിയാണ്. കാര്യം എനിക്ക് ഹിന്ദിയേക്കാൾ സംസാരിക്കാൻ അറിയാവുന്നത് തമിഴാണ്. ബോളിവുഡ് നടൻ അങ്ങനെ ഭയങ്കര കൊതിയൊന്നും എനിക്ക് സത്യം പറയാൻ തോന്നിയിട്ടുള്ള കാര്യം പറയാലോ. എനിക്ക് അതിനേക്കാളും തമിഴ് ഇൻഡസ്ട്രിയിലെ ചില പടങ്ങളൊക്കെ കാണുമ്പോൾ കൊതി തോന്നിയിട്ടുണ്ട്. ശരിക്കും പേടിച്ചത് എപ്പോഴാ? അങ്ങനെ ഈ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടെന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. സ്കാൻ എനിക്കും കാണാം. ഇവരിങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ബോൾ പോലെ. അപ്പോൾ ഡോക്ടേഴ്സ് തമ്മിൽ ഇങ്ങനെ, എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് അവർ, ട്യൂമർ എങ്ങാനും അതായത് എന്താണെന്ന് അറിയില്ലല്ലോ, ഇത് ബ്ലഡ് ക്ലോട്ട് ആണെന്ന് അറിയില്ലല്ലോ. ഇപ്പൊ ട്യൂമർ ബ്രേക്ക് ചെയ്തിട്ടും ഇങ്ങനെ ഉണ്ടാവാം. ട്യൂമർ ഓൾറെഡി ഉണ്ടായിരുന്നിട്ട് അതിനിടയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോ ഞാൻ പേടിപ്പിക്കില്ലേ, കാര്യം പറ എന്നുള്ള ഇത്തിരി പേടി അടിച്ചിരുന്നു. അപ്പൊ അങ്ങനെയല്ല, അത് ആദ്യത്തെ ആ ഒരു ഞാൻ വിചാരിച്ച പോലെ ഒരു വയറുവേദന, ഒരു ഗ്യാസ് ട്രബിളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മസിൽ പെയിനോ അല്ല, ഇന്റേണൽ ബ്ലീഡിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് പേടിച്ചായിരുന്നു. ഇത് നടക്കുന്നത് ഒക്ടോബറിലാണ്. ആ സമയത്ത് എൻ്റെ കൊച്ചിന് 4 മാസം ആണ് പ്രായം, രണ്ടാമത്തവന്. അപ്പൊ ഒന്ന് ചിന്തിച്ചല്ലേ? അയ്യോ, അല്ല ആരാണെങ്കിലും ചിന്തിക്കും. അടുത്തതൊരു ഡാഷ് സെഗ്മെന്റ് ആണ്. നിങ്ങൾ വലിയ പടത്തിലെ ഞാൻ അങ്ങനെ ഒരു സെഗ്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ആദ്യം ടൂവിനോട് ചോദിക്കാം. അപ്പൊ ഇതിനകത്തൊരു ഞാനിത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര വൃത്തികേടാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് പറഞ്ഞിട്ട് പറയാം. ഇതിനകത്ത് മാൻ ഇസ് നോട്ട് വാട്ട് ഹി തിങ്സ് ഹി ഈസ് വാട്ട് ഹി ഹൈഡ്സ്. മനുഷ്യൻ അവൻ മറക്കുന്നതാണ്. ടൊവിനോ മറക്കുന്നത് ഡാഷാണ്. ഞാൻ മറക്കുന്ന കാര്യങ്ങളുണ്ടാവും, കുറെ ഉണ്ടാവും. അത് എൻ്റെ സ്വകാര്യതയാണ്. അത് മറക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണല്ലോ ഞാൻ മറക്കുന്നത്. അത് പിന്നെ ഇവിടെ വന്നിരുന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം, അതിനെ തന്നെ ബേസ് ചെയ്തിട്ട്. അപ്പം ടൊവിനോ മറക്കുന്നത് എന്തൊക്കെയാണെന്ന് ടൊവിനോയ്ക്ക് അറിയാം. ബേസ്ഡ് ഓൺ ദാറ്റ് ടൊവിനോ ഒരു നല്ല മനുഷ്യനാണോ അല്ലെങ്കിൽ ടൊവിനോ അത്ര പോരാ എന്ന് തോന്നുന്നു? ഗ്രേ, ബ്ലാക്കും അല്ല വൈറ്റും അല്ല, ഗ്രേ. ഞാനൊരു മനുഷ്യനാണ്. ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല, ശരിക്കും ഗ്രേ മാത്രമേ ഉള്ളൂ എല്ലാവരും. ആ ഗ്രേ ഏത് ഷെയ്ഡ് ആയിരിക്കും? ഗ്രേ കുറച്ച് ഡാർക്ക് ആണോ ലൈറ്റ് ആണോ? അത്ര ഡാർക്ക് അല്ല, സത്യസന്ധമായിട്ട് പറയാം, അത്ര ഡാർക്ക് അല്ല. പക്ഷെ ഗ്രേ ആണ്. പാവ മനുഷ്യനാന്ന് തോന്നിയിട്ടുണ്ട് എന്നോട് എപ്പോഴും. ഇത് ഞാൻ ദിവ്യോട് ചോദിക്കാം. ചോദ്യമുണ്ട് ബാക്കി. പക്ഷെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തിരിച്ചു ടൊവിനോ എങ്ങനെയുണ്ട് ആള്? അത് എക്സൈറ്റ്മെന്റാ എല്ലാവർക്കും. അയ്യോ എന്റെ ദൈവമേ, എന്റെ ഫ്രണ്ട്സ് എല്ലാരും എന്താ അതിന് ഉത്തരം പറയുന്നത് എന്താണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അങ്ങനെയാണോ സാധാരണ പറയാറ്? അത്ര പറയാറ്? അപ്പൊ പിന്നെ താങ്കൾ എന്താണ് പറയാറുള്ളത്? അല്ല, ഞാനൊരു നീണ്ടു നിവർത്തി ഞാൻ ടൊവിനോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ കഥ പറഞ്ഞു. ഭയങ്കര രസം പറയാറ്. ചിൽ മനുഷ്യനാണ്. ദിവ്യയോടുള്ള ചോദ്യമല്ല, ടൊവിനോട്. ദിവ്യയുടെ ഡാഷ് വളരെ നല്ലതാണ്. ഹലോ, യു തിങ്കിങ് വെരി ഡാഡ്. ദിവ്യ എന്താ വെച്ചാല് നമ്മള് ഇത്രയും പേര് അവിടെ ഉള്ള സമയത്ത്
ദിവ്യ അവിടെ വന്നിട്ട് ഒരു ടാൻട്രംസ് അങ്ങനത്തെ ഒരു പരിപാടികളുമില്ല, ഭയങ്കര ചില്ലായിരുന്നു. ഇത്രയും എനിക്ക് തോന്നുന്നു അവിടെ അല്ലേ ദുബായ് പിള്ളേരങ്ങനെ അവിടെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു ടാൻട്രംസോ അങ്ങനത്തെ ഒരു പരിപാടികളും ഉണ്ടായിട്ടില്ല, ഭയങ്കര ഈസിയാണ്. ഓക്കെ, അപ്പം ദിവ്യയുടെ ഈസി ഗോയിങ് ആറ്റിറ്റ്യൂഡ് വളരെ നല്ലതാണ്, നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, ടൊവിനോയുടെ ഡാഷിലാണ് ഫാൻസ് വീഴുന്നത്. ആരോടാ കേൾക്കണേ? ടൊവിനോയുടെ സ്വന്തമായിട്ട് പറയൂ. ആദ്യം പറഞ്ഞതല്ലേ സ്വന്തമായിട്ട്, എല്ലാരും പറയുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം അല്ലേ? സിനിമകൾ തന്നെ ആയിരിക്കണം. കാര്യം എന്നെ എല്ലാവരും അറിയുന്നത് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ കൂടെയും അതിലെ കഥാപാത്രങ്ങളിൽ കൂടെയും തന്നെയല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് നിങ്ങളെ രണ്ടുപേരും പറ്റിയല്ല കേട്ടോ. ബേസിലിന്റെ ഡാഷ് ഒരു ഡാഷ് ആണ്. ബേസിലിന്റെ അച്ഛനൊരു പള്ളിയിലച്ഛനാണ്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ അല്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ ബേസിലിന്റെ മൊത്തത്തിൽ ബേസിലിന്റെ ഡയറക്ഷനും ബേസിലിന്റെ സ്വഭാവവും എല്ലാം അടിപൊളിയാണ്. എല്ലാം അടിപൊളിയാണ്. ബേസിലിന് പക്ഷെ ഇപ്പൊ ടൊവിനോയെ ഭയങ്കര പേടിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. എനിക്ക് അവനെയാണ് പേടി. ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കത്തില്ല, അപ്പൊ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിടും. നിങ്ങൾക്ക് അവനെ പറ്റി അറിയാത്തോണ്ടാണ്. അവൻ ഇതിലൊന്നും ചമ്മുന്ന ആളല്ല. അവൻ വെറുതെ ഓഫീസിൽ പോകുമ്പോ ടർബം കെട്ടിക്കൊണ്ട് പഞ്ചാബി ആണെന്നും പറഞ്ഞ് പോകും. ഒരു ദിവസം സുപ്രഭാതത്തില്, ഒരു ദിവസം കോളേജിൽ പോകുമ്പോ കരിവാരി തേച്ച് പുലിത്തോലെ കേട്ട ഒരു ദിവസം കോളേജിൽ. അങ്ങനത്തെ ആളാണ്. നിങ്ങൾക്ക് അവനെ അറിയാൻ പാടില്ല. ചുമ്മാ പറയുന്നതാണോ? ഇത് സംഭവിച്ചിട്ടുള്ളതല്ല എന്ന് ബേസിൽ പറയുകയാണെങ്കിൽ ഞാൻ തല കൊട്ടടിക്കാം. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അവന്റെ ഫേസ്ബുക്കിൽ ഫോട്ടോ അടക്കം ഉണ്ടായിരുന്നു. ഇപ്പൊ ഹൈഡ് ചെയ്ത്, ഈ ഇടയ്ക്കാണ് അവൻ ഹൈഡ് ചെയ്തത്. അല്ലെങ്കിൽ അവന്റെ കൊളീഗ്സിനോട് ചോദിച്ചു നോക്കൂ, പഴയ കൊളീഗ്സിനോട് ആരെങ്കിലും. അവൻ ഇതിലൊന്നും ചമ്മുന്ന ആളൊന്നും അറിഞ്ഞില്ല. ഓക്കെ, ദിവ്യയോടുള്ള ഡാഷ് ക്വസ്റ്റ്യൻസ്. ദിവ്യയുടെ ഡാഷിനെ പറ്റി എല്ലാരും കളിയാക്കും. ഇത് എന്തോ സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ എന്തോ വൈരാഗ്യമാണ് അല്ലേ? സീനിയറിനോട് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. എന്തിനെ പറ്റിയാ കളിയാക്കാറുള്ളത്? എന്നെ പറ്റി ദിവ്യയുടെ ഡാഷിനെ പറ്റിയാണ് എല്ലാരും കളിയാക്കാറുള്ളത്. എന്നെ അങ്ങനെ കളിയാക്കാറില്ല. പിന്നെ I don't know. Nothing. എന്റെ ഒരു വലിയ ചോദ്യം ചിരിക്കുമല്ലോ. എന്ന് പറ, സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? എന്തിനാണ് കളിയാക്കാറുള്ളത്? എന്നെയോ? അല്ല, ദിവ്യയുടെ. എനിക്കറിയില്ല. എനിക്ക് ദിവ്യയുടെ ക്ലാസ്മേറ്റ്സിനെ എനിക്കറിയാം, അവരെന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ എനിക്ക് ദിവ്യ അറിയത്തില്ല. എന്റെ സീനിയർ ചെറിയ കുട്ടിയായിരുന്നു. ദിവ്യ കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് ഞാനും കോയമ്പത്തൂർ പഠിക്കുന്നുണ്ട്. എന്ത് ചെറിയ ലോകം അല്ലേ? Very small world. അടുത്ത ചോദ്യം. ടൊവിനോയുടെ ഡാഷ് അടിപൊളി ഡാഷ് ആണ്. സ്മൈൽ, ചിരി, കണ്ണ്. തുടങ്ങണോ? ഞാൻ ഇന്നും നന്ദിയുള്ളവനായിരിക്കും. ഓക്കെ, ദിവ്യയുടെ ഡാഷ് അത്ര പോരാ. ആക്ടിങ്, little bit. I mean, I can improve this. ഓ, മറ്റേത് വീക്ക്നെസ് എന്താണെന്ന് ചോദിക്കുമ്പോ ആത്മാർത്ഥ കൂടുതൽ എന്ന് പറയുന്ന സാധനം. ഓക്കെ. പക്ഷെ ഇന്റർവ്യൂവിനൊക്കെ പോയിട്ട് HR ചോദിക്കുമല്ലേ എന്താണ് വീക്ക്നെസ്? എനിക്ക് ആത്മാർത്ഥ ഞാൻ അതിൽ വളരെ അതുകൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ പല ഫണ്ടും നഷ്ടപ്പെട്ടു പോകുന്നു. എല്ലാം മനസ്സിലായി. നമ്മുടെ ഡയറക്ടർ രോഹിത് ഒരു ഡാഷാണ്. He's very intelligent. He's an intelligent. ഭയങ്കര ഇന്റലിജന്റ് ആണ്. ആദ്യം കണ്ടപ്പോ എനിക്ക് തോന്നിയില്ലായിരുന്നു സത്യം പറയാലോ. പിന്നെ ഏത് നിമിഷത്തിലാണ് ഇന്റലിജന്റ് ആണെന്ന് മനസ്സിലായത്? ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ ഭയങ്കരമായിട്ട് കിട്ടും. ആദ്യം കഥ പറയുമ്പോൾ എനിക്ക് ഐ വാസ് ലൈക്ക് തിങ്കിങ് ഐ ഡിഡ്ന്റ് ഗെറ്റ് ദി ഐഡിയ ഓഫ് ദ മൂവി. സത്യം പറയാലോ, ഐ എം ജസ്റ്റ് ബീങ് വെരി ഓണസ്റ്റ്. അപ്പോൾ ഐ കുഡ്ന്റ് ഗെറ്റ് ദ ഫീൽ ഓഫ് ദ മൂവി. ആൻഡ് ഐ വാസ് ലൈക്ക് റോഹിത് എന്താണ് ലൈക്ക് സീരിയസ്ലി ഇത് എങ്ങനെയാണ്, ഹൗ ആർ യു ഗോയിങ് ടു ഷൂട്ട്? ഐ വാസ് എ ബിറ്റ് അപ്രിഹെൻസീവ്. പക്ഷേ while working with him I understood he's very brilliant. Okay, കണ്ണുമടച്ച് വിശ്വസിച്ച് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അതെ മോശമാക്കില്ല. അപ്പോൾ ഒരു ബ്രില്യൻസിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഫൈനലി about the rest of the cast. Oh yes, very important. Yes, പറയൂ. ദിവ്യയുടെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ ലാൽ സാറിന്റെ കൂടെ ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര ഫണ്ണാണ് പുള്ളി, ഭയങ്കര നല്ല കക്ഷിയാണ്. അതായത് ഒരു പ്രശ്നവും പുള്ളീനെ കൊണ്ട്, ഇത്രയും സീനിയർ ആർട്ടിസ്റ്റാണ് പക്ഷെ നമുക്കൊരു മാതൃകയാക്കാവുന്ന അത്രയും
ചിൽ മൂഡാണ് പുള്ളി. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരനെ കാണുമ്പോഴും ആ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പേടി വരും. അയ്യോ, പക്ഷെ ഭയങ്കര പാവം, നല്ല മനുഷ്യൻ. വഴക്ക് പറയുമോന്നൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോ. ഈ ഫൂട്ടേജ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളി നമ്മളോട് പറയും വേറെ പരിപാടികളിലൂടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എന്തൊരു പ്രോത്സാഹനമാണെന്ന് അറിയാം. വെറുതെ ആരെങ്കിലും അല്ലല്ലോ പറയണത്. ഇത്രയും ആസ് എൻ ആക്ടറും ആസ് എ ഡയറക്ടറും ഇത്രയും എന്താ പറയാ അക്ലെയിം കിട്ടിയിട്ടുള്ള ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആളത് പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ മൂറ് പടം കണ്ടുപോക്ക് അടിപൊളിയാണ്. അതെ, നമ്മുടെ ഡയറക്ടർ പറഞ്ഞിരുന്നു മൂറിന് ഇഞ്ചുറി ഒക്കെ വന്നു, കാലിന്റെ ചെറുവിരലിന്റെ താഴത്ത് എല്ല് പൊട്ടി. അത് കഴിഞ്ഞ് അപ്പൊ ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് എനിക്ക് മറ്റേതും പറ്റുന്നത്. ഞങ്ങൾ രണ്ടുപേരും ആശുപത്രി വാസവും റെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അത്രയും നാൾ ഷൂട്ട് ചെയ്തതിനേക്കാൾ ഹൈ ഇന്റൻസിറ്റി ഉള്ള ഒരു 15 ദിവസത്തെ ഫൈറ്റ് ഷൂട്ട് ചെയ്തു. അപ്പൊ ആ സമയത്തൊക്കെ ദിവ്യൊക്കെ അവിടെ ഉണ്ട്. അവസാനത്തെ ഒരു 30 മണിക്കൂർ നമ്മളൊരു കണ്ടിന്യൂസ് ഫൈറ്റ് ആയിരുന്നു. 30 മണിക്കൂറോ? അവസാനത്തെ 30 അങ്ങനെ കാര്യം. പിറ്റേ ദിവസം എനിക്ക് താടി വെട്ടണമായിരുന്നു വേറൊരു സിനിമയ്ക്ക് സുരാജ്. അതല്ല, അതൊക്കെ ഈ ഇടയ്ക്കില്ല, ഇത് പണ്ടത്തെ കാര്യമാണ്. അതായത് സുരാജ് ഏട്ടന് വേറെ അടുത്ത സിനിമയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കാണാലെ ഒരു സീൻ എടുത്തു തീർക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്ന ഡേറ്റ്. പക്ഷെ നമുക്ക് സിനിമ കോംപ്രമൈസ് ചെയ്ത് ഷൂട്ട് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ഇച്ചിരി എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യേണ്ടി വന്നു. അത് ഇച്ചിരി കനത്ത എക്സ്ട്രാ ടൈം ആയിരുന്നു. അതും ഫൈറ്റും മൊത്തം ഒരു അത് പക്ഷെ അത് എനിക്കൊന്നും സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്ര എക്സോസ്റ്റഡ് ആയിരിക്കണം അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അല്ല, ആക്ച്വലി ആ ഹെലികോപ്റ്റർ ദിവ്യക്ക് കൊടുത്തുവിടായിരുന്നു കേട്ടോ. ഇന്നലെ ഫ്ലൈറ്റ് കിട്ടിയില്ല, ട്രിവാൻഡ്രത്ത് കൊച്ചിക്ക് വരാനായിട്ട്. ഭയങ്കര ടയർഡ്. ഇഷ്ടപ്പെട്ടില്ല? എങ്ങനെയുണ്ടായിരുന്നു ഹെലികോപ്റ്റർ റൈഡ്? പോക്കറ്റ് കാലിയാവും. അങ്ങനെ 1500 രൂപ 2000 രൂപയ്ക്ക് പോകേണ്ട അടുത്ത് 5 ലക്ഷം രൂപ 8 ലക്ഷം രൂപ കൊടുത്ത് പോകേണ്ടി വരും. 5 ലക്ഷം രൂപയാവോ ഒരു ഹെലികോപ്റ്ററിൽ പോകാൻ? അത് എനിക്കും അത് ഈ ഇടയ്ക്ക് മനസ്സിലായത്. സ്വന്തമായിട്ട് ഒന്ന് മേടിക്ക്. ഇനിയിപ്പോ അതാണ് ഹരി ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ദിവ്യക്ക് മേടിക്കാം. ഇനി ഇതുപോലത്തെ സിറ്റുവേഷൻ വരും കൊച്ചിക്ക്. ഈ ഹെലികോപ്റ്റർ നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര രസമുള്ള പരിപാടിയൊന്നും അല്ല, അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ലത്. അങ്ങനെ വെറുതെ ടെറസിന്റെ മുകളിലൊന്നും കൊണ്ട് ഇറക്കാൻ പറ്റില്ല. ഹെലിപാഡൊക്കെ വേണം. ഇത് ലാൻഡ് ചെയ്യണത് കണ്ടാ പേടിയാണ്. ഹലോ, ഞങ്ങൾ ദുബായ്ക്കാരെ പറ്റി എന്താ വിചാരിച്ചല്ലേ? നമുക്ക് നിങ്ങൾക്ക് അല്ല, ദുബായിൽ എന്തോ ഹെലികോപ്റ്റർ ടാക്സി ആക്കില്ലേ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ആ ഹെലികോപ്റ്ററിന്റെ അന്നത്തെ ദിവസം ഫുൾ ചെലവെടുക്കേണ്ടി വരും. ബാക്കിയുള്ളവര് കുഞ്ഞിനെ പറ്റി പറയും. അവൻ അടിപൊളിയാണ്. സംസാരം തന്നെ നല്ല രസമുണ്ട്. അതെ, ഇവരായിരുന്നു കമ്പനി. എപ്പോഴും ലൂഡോ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ലൂഡോ ഞങ്ങൾ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ മണിയാശാൻ അടിപൊളി ബ്രില്യന്റ്. ഇനി വരും, ഇനി സിനിമകളിൽ കാണാം. എന്തായാലും ഫസ്റ്റ് സിനിമയാണോ മണിയാശാന്റെ? അല്ല, ഈ നമ്മുടെ ഷൂട്ടിന് ശേഷം വേറെ ഏതൊക്കെയോ സിനിമകളിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അത് എനിക്കൊന്ന് ഷോർട്ട് ഫിലിംസ് ഒക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമുള്ള പുള്ളി തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. തിയേറ്റർ ആർട്ടിസ്റ്റ്. ഓക്കേ, അപ്പോ നമ്മളെല്ലാവരും ഇനി ഓഫ് സ്ക്രീൻ ആരൊക്കെയാണ് പുലികൾ? ഇപ്പൊ അഖിലും രോഹിത്തും കൂടെ കൂടുന്ന സമയത്ത് രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും വർക്ക് അടിപൊളിയാവുന്ന തോന്നിയിട്ടുണ്ട്. അഖിലിന്റെ ഇടയ്ക്കുണ്ട് രോഹിത്ത് ഇങ്ങനെ ഷോട്ട് കണ്ടിട്ട് ഓക്കെയാണ്, എല്ലാ രീതിയിലും ഫോക്കസ് ഓക്കെയാണ്, ബാക്കി ഫ്രെയിമിങ് എല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരു പരിപാടി ഇല്ലടാ എന്ന് പറയാം അഖിലിനോട്. അപ്പോൾ അഖിൽ ആണോ പറഞ്ഞിട്ട് പുള്ളി ക്യാമറ ഒന്ന് ചെറിയ ടച്ച് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചിലപ്പോൾ ലെൻസ് ഒന്ന് മാറ്റും. അപ്പോൾ അങ്ങനെയുണ്ട് ഇപ്പോൾ ഓക്കെ. എല്ലാ ഷോട്ടിൻ്റെയും കാര്യമാണ് ഞാൻ പറയുന്നത്. ഭയങ്കര കെമിസ്ട്രിയാണ് അവർ. അതായത് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിൽ വിചാരിച്ച പോലെ പെർഫെക്റ്റ് ഒരു പരിപാടിയില്ല എന്നാണ് പറയുന്നത്. പരിപാടിയുള്ള ഷോട്ടുകൾ മാത്രമേ ഇവർ സിനിമയിൽ ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ ഒരു എന്താ പറയുക, ഒരു ഷോട്ടിൽ കട്ട് ബാക്ക് ടു ആ ഷോട്ട് പോകാറില്ല അധികം. എല്ലാത്തിനും വേറെ വേറെ ഷോട്ട് വയ്ക്കും. അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട് ഇവരുടെ. അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്, സിനിമയ്ക്ക് ഭയങ്കര ഗുണമാണ്. അല്ല, അതായത് നമ്മൾ ഒരു ഷോട്ട് എടുത്തിട്ട്, അതായത് ഇപ്പോഴത്തെ ആംഗിളിൽ നിന്ന് ഒരു ഷോട്ട് കട്ട് പോയി തിരിച്ച് ഈ ഷോട്ടിലേക്ക് തിരിച്ചു വരില്ല, ഇതിനു വേണ്ടി വേറെ ഷോട്ട് വെക്കും. അതെ അതെ, എല്ലാം എന്തെങ്കിലും ഒരു വ്യത്യാസമാണ്. അതാണ് ഈ പറഞ്ഞ ചെറിയ അത് ഭയങ്കര നമ്മളെ അറിഞ്ഞോ അറിയാതെയോ സിനിമയ്ക്ക് ഭയങ്കര കാണുന്ന പ്രേക്ഷകർക്ക് ഇതിന്റെ ടെക്നിക്കൽ വശം അറിഞ്ഞില്ലെങ്കിൽ പോലും ആസ്വാദനം കുറച്ചും കൂടെ രസമായിരിക്കും. പിന്നെ ഇതിനകത്ത് എഡിറ്റർ അവൻ അടിപൊളിയാണ്, ചമൻ ചാക്കോ. ചമൻ ചാക്കോ അല്ലല്ല
പിന്നെ വിളിക്കണ പേര് അങ്ങനെ അവന് ഇച്ചിരി ഇൻസൾട്ടിങ് ആണ്, അതുകൊണ്ട് അങ്ങനെ പേര് വിളിക്കണ്ട, ചുരുക്കി വിളിക്കുമ്പോൾ. അതുകൊണ്ട് അയ്യോ ഞങ്ങൾക്ക് അറിയണം. വേണ്ട വേണ്ട. ഇപ്പൊ ഫോറൻസിക്കലി സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അപ്പൊ എനിക്ക് അന്ന് പോലെ പരിചയമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് അസോസിയേറ്റ് ഡയറക്ടറും ഇതിന്റെ കൊറിയോഗ്രാഫറും ഒക്കെയാണ് ഗസാലി. ഇവരൊക്കെ അങ്ങനെ കട്ടക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ജോലി കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഡയറക്ടറിനെ കുറച്ചു നേരം മുമ്പ് ഇവിടെ ഒരു ബൈറ്റ് എടുക്കാനായിട്ട് ഈ കുഞ്ഞു പയ്യനാണോ ഈ ഡയറക്ടർ? കുഞ്ഞു പയ്യനോ? അവന്റെ താടിയൊക്കെ നിറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആള് പറയണ്ടോ? ഇവിടെ രണ്ടു നേരം. എടാ ഗസാലി അസോസിയേറ്റ് ഡയറക്ടർ 2022 എത്ര ഉള്ളൂ? ചമൻ is 24. They all very young. അതെ, ഗസാലി 22, മറ്റും 24. അതായത് ഐ തിങ്ക് ആ ഒരു ക്രൂവിന്റെ ഒരു എനർജി നമുക്ക് ഇപ്പൊ ഏകദേശം ഒന്ന് മനസ്സിലായി. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഞങ്ങൾ ഷൂട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു മുറിയിലുണ്ടാവും. എല്ലാവരും കൂടെ ഒരു മുറിയിലെന്ന് വെച്ചാൽ ഇതിന് മുമ്പാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഞാനൊരു ഇത് എന്തായാലും ക്യാരക്ടറിന്റെ ഡിസ്കഷൻസിൽ ഇരിക്കും. അതെന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ളതല്ല, വെറുതെ കാഷ്വലായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇയാൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ, ഇയാൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഇന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ട് 6 മണിക്ക് നീ വരണം, അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. നമ്മൾ കാണുമ്പോൾ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇടി ടീച്ചർ വന്നപ്പോ തൊട്ട് ഞങ്ങൾക്ക് ആകെ മൊത്തം ഒരു ഇടിമയം തോന്നി. അതായത് ഇതില് കഥ പറയുന്നത് ഇടിയിലൂടെയാണ്. ഇതിലൊരു 30 മിനിറ്റ് ഇടിയിലൂടെയാണ് കഥ പറയുന്നത്. അതായത് മറ്റേ നമ്മൾ ഒരു ആക്ഷൻ അങ്ങനത്തെ ആക്ഷൻ അല്ല, കാല് പൊക്കി തലക്കടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഞങ്ങൾ കണ്ടു മറ്റേ ആട് തോമ സ്റ്റൈലിൽ മുണ്ടൊക്കെ പൂരി വരിച്ചത്. അയ്യോ, അത് ഞാൻ ഊരിയതല്ല, സ്വാഭാവികം. അത് അതെ 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 അതാണ്, അല്ലാതെ മുണ്ട് പറിച്ച അടിയല്ല, അടി കൊണ്ട് മുണ്ട് അഴിഞ്ഞു പോകുന്നതാണ്. അല്ല, ഇതെന്താ അറിയാമോ, ഇതിന്റെ കൊറിയോഗ്രാഫിയിൽ ചെയ്തേക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു മാർഷൽ ആർട്സ് ട്രെയിൻഡ് ആയിട്ടുള്ള രണ്ടുപേരും നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന പോലെ അല്ല, നാടനിടിയാണ്. അതിൽ രണ്ടുപേരുടെയും ജീവിത സാഹചര്യം അനുസരിച്ച് രണ്ടുപേരുടെയും ഇടിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ജീവിത സാഹചര്യം അനുസരിച്ച് ഇടിയിൽ വ്യത്യാസം സ്വാഭാവികമായിട്ടും. ഒരാൾ നാട്ടിൽ ജീവിക്കുന്ന ഒരാൾ കാട്ടിൽ ജീവിക്കുന്നതാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവില്ലേ. അപ്പൊ ബോഡി ലാംഗ്വേജിലും ഒക്കെ അതിന്റെ വ്യത്യാസം ഉണ്ടാവും. ഇതിന്റെ അത് ഇടിയുടെ അത് ഞാൻ പറഞ്ഞത്, ഈ സിനിമയുടെ ഫൈറ്റിലൂടെയാണ് കഥ പറയുന്നത്. അപ്പൊ നമ്മളൊരു റിയൽ ഫൈറ്റ് ഒക്കെ കാണുന്ന സമയത്ത് ശരിക്കും അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇടി കണ്ടിട്ടുണ്ടോ? റിയൽ ഇടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും നല്ല ഇടികളൊക്കെ കണ്ടിട്ടുണ്ട്. അത് കാണുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഫസ്റ്റ് മുണ്ടെടുത്തിട്ടുള്ളതാണെങ്കിൽ ഫസ്റ്റ് മുണ്ട് കഴിഞ്ഞു പോകും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ബെൽറ്റ് ഇട്ടിട്ടോ ഒരു ബട്ടൺ പോലും ഇല്ല. ഇതൊരു അഡ്ജസ്റ്റ്മെന്റിലൊരു വിശ്വാസത്തിലിരിക്കുന്ന സാധനമാണ് ഈ മുണ്ടെന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ഇത്രയും അല്ല, അത് നമ്മളങ്ങനെ അത് ഇങ്ങനെ ഇപ്പൊ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ചില സിനിമകളിൽ മുണ്ടെടുത്തിട്ട് ഇടി തുടങ്ങി അവസാനം വരെയും മടക്കി കുത്തിയ മുണ്ട് അഴിവ് പോലും ഇല്ല. അതൊരു സിനിമാറ്റിക് സാധനമാണ്. ഒരു റിയൽ സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോളേജിലാണെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിലും ഇടി നടക്കുന്ന സമയത്ത് മുണ്ടെടുത്തിട്ട് ഇടി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മുണ്ട് കഴിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് റോ ആയിട്ട് കാണിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അഴിഞ്ഞുപോയ മുണ്ട് പുള്ളി എടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അതിനുള്ള അവസരം ഓപ്പോസിറ്റ് നല്ല കൊടുക്കണ്ടേ. അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചാല് ഇത് നമ്മള് റിയൽ ആയിട്ട് പറയുന്ന സമയത്ത് ഇത് ഇങ്ങനെയാണ് പറയേണ്ടത്. അല്ലാതെ നമ്മള് ആൾക്കാരുടെ തിയേറ്ററിൽ വന്ന് ഒരു ഫൈറ്റ് ഒക്കെ അങ്ങനെയാണ്. ഒരു മേജർ 3 ഫൈറ്റ് ആണ്. അത് ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാര്യം എന്താ വെച്ചാൽ അതിൽ സൂപ്പർ പവേഴ്സ് ഉള്ള ഒരാളാണ്, ഇതില് നോർമൽ ഹ്യൂമൻ ആണ്. അതില് സൂപ്പർ പവേഴ്സ് ഉള്ള ആളാണ്. അപ്പൊ അതിന് വന്ന് ഇതിനകത്ത് ഞങ്ങളുടെ ഫൈറ്റ് മാസ്റ്റർ പ്രഭു സാർ ഉണ്ട്. പ്രഭു സാർ ഞങ്ങളുടെ ഏകദേശം നമ്മളുടെ ഒരു ഏജ് ഗ്രൂപ്പും കൂടെ ആയത് കാരണം കൊണ്ട് പുള്ളി നമ്മളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് അങ്ങനെ ഫുൾ ടൈം നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റില്ല എന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഗസാലി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല അസോസിയേറ്റ്, അവനാണ് ഈ ഫൈറ്റിലെ കഥ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ആള്. പുള്ളി മൂവ്സും അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം നമുക്ക് ഫൈറ്റ് നന്നായാൽ മാത്രം പോരാ.
ഇതില് മറ്റേ ബോക്സിംഗ് മാച്ച് ഒക്കെ പോലെയാണ്. രണ്ടുപേരും തമ്മിലുള്ള ഇടി നടക്കുന്ന സമയത്ത് ആർക്ക് കൂടുതൽ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് 3 റൗണ്ട് ഇടി ഉണ്ടല്ലോ. പക്ഷെ അത് ക്യൂരിയോസിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് കൂടി, കാരണം എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്താ സംഭവം. ഇത് കണ്ടു നോക്ക്, ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു വൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. അങ്ങനെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മിന്നൽ മുരളിയുടെ കാര്യം വരുന്ന സമയത്ത് അതിന് നമുക്ക് ഗ്ലാഡ് റിംബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി ഇന്ത്യൻ സിനിമകൾ ചെയ്തേക്കുന്ന എനിക്കൊന്ന് സുൽത്താൻ ബ്രദേഴ്സ്, ബാഹുബലി, സുൽത്താൻ ബ്രദേഴ്സ് ഒക്കെ പുറത്ത് ചെയ്തേക്കുന്ന ലൂസിഫർ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഭയങ്കര രസമാണ് പുള്ളിയോട് വർക്ക് ചെയ്യാനായിട്ട്. എന്ത് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പത വരും, പണിയെടുപ്പിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിനെ. കാര്യം എന്താ വെച്ചാൽ പണിയെടുക്കുന്നത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ പണിയെടുക്കാൻ എനിക്ക് കുഴപ്പമില്ല, റിസൾട്ട് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. അത് അവിടെ കറക്റ്റായിട്ട്, അതായത് വെറുതെ ഒരാളിരിക്കുന്ന പോലെയല്ല. ഒരു സൂപ്പർ ഹീറോ ഫൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പോസ്റ്റേഴ്സും നമ്മളുടെ മൂവ്മെന്റ്സും സ്പീഡും ഒക്കെ ഉണ്ട്. സൂപ്പർ ഹീറോ സൂപ്പർമാൻ. എനിക്ക് സൂപ്പർമാൻ, അയൺമാൻ, ഡെഡ്പൂൾ, തോർ. അതാണ് എന്റെ. അപ്പൊ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ഓഡിയൻസിനോട്? സിനിമ ഒന്ന് കണ്ടു നോക്ക്. ആക്ച്വലി ഇത്രയും കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും സിനിമ കാണാനുള്ള ഒരു ത്വര എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ആ ത്വര എല്ലാവർക്കും ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സ്പ്രെഡ് ദ വേർഡ്. കാര്യം വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ സിനിമകൾ ഇനിയും ഉണ്ടായേക്കാം. അതല്ല ഇതുപോലത്തെ സിനിമ ഇനി വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ വേണ്ട. ഇല്ല, വേണം. ഞങ്ങൾക്ക് ഇനി ഒരുപാട് എക്സ്പെരിമെന്റൽ സിനിമകൾ വേണം, ഒരുപാട് ന്യൂ എക്സ്പീരിയൻസസ് വേണം. അതായത് എപ്പോഴും ചില സമയത്തൊക്കെ വിഷമം തോന്നുന്നത് എന്താ വെച്ചാൽ മറ്റേതെങ്കിലും ഒരു ലാംഗ്വേജിലൊക്കെ ഇങ്ങനത്തെ സിനിമകളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്നൊക്കെ കൊണ്ട് മലയാളത്തിൽ വരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ് കേട്ടു. ഇത് ഞാൻ അഭിനയിച്ച സിനിമയുടെ കാര്യമല്ല കേട്ടോ പറയണേ. അല്ലാത്ത ചില സിനിമകളൊക്കെ അർഹിക്കുന്ന വിജയം കിട്ടാതെയൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു വിഷമം തോന്നാറുണ്ട്. ഇപ്പൊ എന്താ വെച്ചാൽ ഒന്നാമത് 50% ഒക്യുപ്പൻസി ഉള്ളൂ. നമ്മള് ഈ പാൻഡമിക്കിന്റെ നടുക്കാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമ്മളൊരു സിനിമ വന്നിട്ട് നല്ലതാണെങ്കിൽ മാത്രം കേട്ടോ, അങ്ങനെ അല്ലാതെ നമുക്ക് ഫേവർ ചെയ്യണം എന്നുള്ളതല്ല, നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ സിനിമയെ ഒന്ന് ഉണ്ട്. ഞങ്ങൾക്ക് കണ്ടാ മതി. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ദിവ്യ ഇനി ഒരുപാട് നല്ല നല്ല സിനിമകളിൽ കാണാനായിട്ട് പേഴ്സണലി ഐ എം വെയിറ്റിംഗ്, ആൻഡ് ഓൾസോ എനിക്കറിയാം ബാക്കിയുള്ളവരും ദേ ആർ ഓൾസോ വെയിറ്റിംഗ്. പിന്നെ ഇങ്ങനെ പങ്കർക്കല്ലേ. അടുത്ത പടത്തിന് കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഹായ്, ഇപ്രാവശ്യത്തെ എങ്കിലേ എന്നോട് പറ നിങ്ങളെല്ലാവരും ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇപ്രാവശ്യം ഒരു സർപ്രൈസും കൂടിയുണ്ട് കേട്ടോ. അതൊരു ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ചോദ്യം ഇതാണ്: കള എന്ന സിനിമയിൽ ടൊവിനോയുടെ കൂടെയുള്ള പട്ടിയുടെ ക്യാരക്ടറുണ്ട്. ഈ ക്യാരക്ടറിൻ്റെ പേര് ആദ്യം ബാസീഗർ എന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ പേര് മാറ്റി. എന്താണ് ആ മാറ്റിയ പേര് എന്നുള്ളതാണ് ചോദ്യം. സോ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം നിങ്ങൾക്കറിയാം എന്നുണ്ടെങ്കിൽ വാട്ട് യു നീഡ് ടു ഡു ഈസ് ജസ്റ്റ് കമൻറ്റ് ബിലോ ദിസ് വീഡിയോ. ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്യുന്ന വിന്നറിന് കിട്ടുന്നത് നോർത്ത് റിപ്പബ്ലിക്കിൻ്റെ കളറ് മാറുന്ന ഒരു ഷർട്ടാണ്. സോ ദാറ്റ് ഈസ് വെരി എക്സൈറ്റിംഗ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്തോളൂ. നോർത്ത് റിപ്പബ്ലിക്കിൻ്റെ കളർ മാറുന്ന ഒരു ഷർട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും.